ആ എത്രയാ? ഒരു കുപ്പി കള്ള ചീനി മീന് 5.50. കാശെടുക്കടാ. എടാ ഈ ഓസ് കൂടി നിർത്തിക്കൂടെ? നീ മദ്രാസിലാണ് സിനിമയിലാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വരുന്ന സിനിമയിൽ നിന്നെ കാണുന്നില്ലല്ലോ. എന്റെ ചാന്നാരെ ഞാൻ മടുത്തു. ഈ സിനിമാ ഫീൽഡ് ഞാൻ മടുത്തു. ഇനി ഒരു 5-6 കൊല്ലം ഗൾഫിലാണ്. അതാ ഇവിടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത് അല്ലേ? ചാന്നാരെ അതാണ് മനസാക്ഷി എന്ന് പറയുന്നത്. എനിക്ക് പിന്നെ ഗ്ലാമറും സൗന്ദര്യവും അഭിനയസിദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് ഏത് ഫിലിം ഫീൽഡിൽ പോയാലും ജീവിക്കാം. മറ്റുള്ളവരുടെ കാര്യം അതല്ലല്ലോ. ഞാൻ അവിടെ ചെന്നാൽ അവർക്ക് ക്ഷീണമാണ്, അവരെ പ്രാക്കും. അതാ ഞാനിങ്ങ് പോകുന്നത്. എടാ ഞാൻ അങ്ങനെയല്ലോ കേട്ടത്. നിനക്ക് കോടമ്പക്കത്ത് ചായപ്പിടിയിലെ എടുത്തുകൊടുപ്പാണെന്നുള്ള പരമു പറഞ്ഞത്. അത് അവന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു. അമ്മച്ചി, ഞാൻ വല്ല വഴിക്ക് ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ എനിക്ക് 10,000 രൂപ ഉണ്ടാക്കിത്താ. ആ തെണ്ടി തിരിഞ്ഞാണെന്ന് ദാവും ദാവിതൊക്കെ താണ്ട ദുബായിക്ക് പോണു. 10,000 രൂപ കൊടുത്ത് അവരെന്നെ കൂടെ കൊണ്ടുപോകും. ചത്തുപോയ നിന്റെ മുതുകാലം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ. എന്റെ മോനെ എങ്ങും പോവണ്ട. ഉണ്ണിത്താൻ വെച്ചോണ്ടിരിക്കുന്ന കാവും കുളവും ഉണ്ടല്ലോ, അതിന്റെ അടുത്തായിട്ട് നിറയെ ഭൂതങ്ങൾ കാക്കുന്ന നിധിയാന്നാ പറയുന്നേ. എന്റെ മോൻ അതെടുക്കണം. ഈ തള്ളയുടെ ചൊറിഞ്ഞു കയറുന്ന വർത്താനം കേൾക്കുമ്പോണ്ടല്ലോ ഞാൻ. എവിടെ നാട് ഉണങ്ങി നാരങ്ങ? നീരൊന്നും ഇല്ലല്ലോ. ഉള്ള തീരെ മതി. അയച്ചില്ലേ? ഇല്ല. എത്രയായി? 1.80. ആ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ആ മതി മതി മതി. എന്ത് പണിയാ കൊച്ചേട്ടത്? ചായ. ചായ അല്ല, ചൂടുവെള്ളം. കല്യാണം മുടക്കി. കാലത്തെ കെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ആർക്കിട്ടാണാവോ? എന്നെ വിളിച്ചോ? എന്താ ഒരു കഷായം കുടിച്ചതുപോലെ? എന്റെ ചായ പറ്റുമല്ലോ പറഞ്ഞാലോ. തന്നെ പറ്റിയാലോ? താൻ പോയി കടുപ്പത്തിൽ ചായയുടെ വീഡിയോ ഉണ്ടോ ഒരെണ്ണെടുക്കാൻ? ഇല്ല. അപ്പൊ ഇതോ? ഇത് ഓ ഇങ്ങനെ ഒരു പരമനാറി ഒരു വീഡിയാണ്. ഓ എന്തൊരു സ്നേഹം. എടാ ദാവീദേ, അല്ല നമുക്കൊരു കല്യാണം കഴിക്കണ്ടേ? നമുക്കോ? അല്ല നിനക്ക്. എനിക്ക് ഞാൻ കഴിച്ചോളാം. അല്ല മാതുണ്ണിയാശാനെ, നിങ്ങൾ ആ സുഭദ്ര കൊച്ചിനിട്ട് ചെയ്ത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി. അതിന് നിനക്കല്ലാടാ. ഈയിടെയായിട്ട് കളി അല്പം കൂടുന്നുണ്ട്. ആ പരമ ഇവിടെ ഇല്ലാത്ത ഇയാളുടെ യോഗം. പരമ വന്നെ ഇപ്പൊ അങ്ങ് ഞൊട്ടും. കടിക്കാൻ വല്ലതും വേണം? ചൊറിയാൻ വല്ലതുണ്ടോ? ആ വേണേ ചൊറിഞ്ഞുതരാ. അല്ല തനിക്ക് നിർബന്ധമാണെങ്കിൽ അയക്കോ, എനിക്കൊരു വിരോധമില്ല. തണുത്ത് പോകാതിരിക്കാൻ മുന്നേ എടുത്ത് കുടിച്ചതാ. നീ ആരും ഐസ് പെട്ടിയാ? കൊച്ചോട്ട് ഒരു ചായ കൊടുക്കും. അല്ല വേണ്ട, ഇത് ഞാൻ കുടിച്ചോളാം. നീ കാശ് കൊടുത്താ മതി. അയ്യോ അല്ല ജോണി, പരമൂനെ കണ്ട കാലം മറന്നല്ലോ. എടോ പറശ്ശിനിക്കട എത്തി. ഇറങ്ങി ഇറങ്ങി. അതാ പരമു. എടാ അളിയാ, എവിടെയാണ് ഈ പച്ച വെളിച്ചവും വിളക്കും? എടാ അളിയാ, നിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയായിരുന്നു ഇത്രയും കാലം? കിഴക്കൻ തോട്ടത്തില്. കൊച്ചടാ തോന്നനെ എന്താടോ കല്യാണം മുടക്കി? നമുക്കൊന്ന് കൂടണ്ടേ? വാ നടക്ക്. ഇനി ഈ നാട്ടിൽ കുറെ കുത്തുമെട്ടൊക്കെ നടക്കും. എടാ ഉണ്ണിത്താനെ, താൻ എന്നെ പണിക്ക് കയറ്റണ്ടെന്ന് പറഞ്ഞു. ആ പറഞ്ഞു. ആ എന്നാ കാര്യം? എനിക്കൂടെ ഒന്ന് അറിയണമല്ലോ. ഞാൻ എന്നാ ചെല്ലിയേറ്റ് അങ്ങോട്ട് കയറുകയല്ലേ? ആ കാരണം
കിഴക്കൻ തോട്ടത്തിൽ കിടന്ന് ഉഷ്ണപ്പെണ്ണ് പിടിച്ചോമാർക്കൊന്നും പണിയെടുക്കാനുള്ള അല്ലടാ എന്റെ സൈറ്റ്. പരമാറി നിന്റെ തന്തയ്ക്കാണ് ഉഷ്ണപ്പെണ്ണ്. എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ. ഓ പിന്നെ കുത്തി മരത്തി കളയാനല്ലാത്തിനെ പണി ചോദിക്കാൻ വരുന്നവരെ തല്ലിക്കും അല്ലടാ. എന്റെ തന്തയെ കൂടെ മുടത്തുണ്ടാക്കിയോടാ നിന്റെ ഈ കാണുന്ന എന്താ ഇത്? മാറ അവന്റെ തല്ലൊന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനാ പറഞ്ഞത് നീ മാറും. ചുമ്മാ കാലത്ത് എന്നെ കത്തിയും കുറുകൂടിയൊക്കെ ആയിട്ട്. എടോ വരാൻ. ആരുടെ മന്ത്രത്തെ ഉഷ്ടപ്പെടുന്ന നിനക്കൊന്നും ഞാൻ കാണിച്ചു തരാടാ. എടോ ഇങ്ങോട്ട് വരാൻ. എടോ പാടാ. മാറ എന്തോ നടാ കിണിച്ചോണ്ടിരിക്കുന്നത്? ജോലി ചെയ്യാൻ പറയുന്നത് കേട്ടില്ലേ? പരമുവേ, നീ ഇന്നലെ ഉണ്ണിത്താൻ മുതലാളിയായിട്ട് ഉടക്കി അല്ലേ? ആ ചെറുതായിട്ട്. നീ ഇനി തോട്ടത്തിൽ പോകുന്നോടാ വരമു? അതോ പണി പോയോ? പണി പോയൊന്നുമില്ല, ഞാൻ നിർത്തി പോന്നതാ. അവിടെ നിൽക്കാൻ വരുന്നേ, ഭയങ്കര അട്ടയാ. വേണ്ടേ? അല്ല ഇതാര് കല്യാണം മുടക്കി മാത്രയോ? കല്യാണം മുടക്കിയല്ല, കല്യാണം നടത്തിയ. ജോണി നീ ഞാനേ എടാ എടാ നീ ഇനി വരാൻ പറഞ്ഞു ഇങ്ങോട്ട് പറയും. ഞാൻ വിളിച്ചാൽ നിനക്ക് വരാൻ വരും. എടാ നീ കവലച്ചട്ടിയുടെ തെണ്ടി തിരിഞ്ഞു വന്നാലേ നിനക്ക് ഞാനിപ്പോ ആലോചിക്കുന്ന കല്യാണം മുടങ്ങും. അവര് നല്ല കുടുംബക്കാരടാ. ദത്ത് മനസ്സിലായോ? അല്ല മാതുലേശനെ, താൻ ഇതുവരെ എനിക്കൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ടോ? മുടക്കിയിട്ടുമില്ല. നീ പറ, നീ ഇന്നേ വരെ എനിക്കൊരു ചായ വാങ്ങിച്ചതുണ്ടോ? ആ അതുമല്ല, നിങ്ങളുടെ ജാതിന് എനിക്കൊരു കല്യാണം ആലോചിക്കാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, മാമോദസം മുങ്ങി ഒരു ക്രിസ്ത്യാനായിട്ടിങ്ങി വാ. എവിടെ വേണേലും മുങ്ങാം. മലയെ തോമാറ്റന്റെ നമ്മൾ ഡോളിയെ കെട്ടിച്ചേരാവോ? അത് ശരി, പക്ഷെ നിന്റെ കരന്തിരിവെന്നറിയണമല്ലോ. ഓ അറിയിക്കാലോ. ദാ ഇത് കരം, ഇത് ഞാൻ കവലക്കെട്ടുമ്പോഴല്ലടാ കുറഞ്ഞ. പരമു, അവനെ അങ്ങ് വിട്ടേരെ. ഉണ്ണിത്താന് ഇതൊക്കെ നീ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന വഴിയായിരിക്കല്ലേ? എന്താ ഇത് പരമചേട്ടാ നടുക്കവലിൽ വെച്ച്? അതൊക്കെ ചുമ്മാ നീ വാ, കടവരെ ഞാനും വരാം. എടാ ജോണി നീ വാ. പരമചേട്ടാ ഇത് ജോണിയല്ലേ, കാവിലെ കൊച്ചനെ ചേട്ടത്തിയുടെ? അതെ. പരമചേട്ടന്റെ അപ്രന്റീസ് ആയിരിക്കും അല്ലേ ചട്ടമ്പിത്തരം പഠിക്കാൻ? അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ പരമ ഇപ്പൊ ഭയങ്കര പാവാ. ഓ പിന്നെ ഞാനിപ്പോ കണ്ടല്ലോ ആ പാവത്തിന്. ഇതാ ഈ ഗീത കുഞ്ഞിന്റെ ഒരു കാര്യം. ഞാൻ ഏതാണ്ട് ഗജപോക്കിരിയാണെന്നാ വിചാരം. ഇപ്പൊ തന്നെ ഞങ്ങൾ ഓരോ ചായയും കുടിച്ചോണ്ട് ആ ചായക്കിടെ വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ ആ കല്യാണം മുടക്കി ഞങ്ങളെ ചുമ്മാ നാലും ചീത്ത വിളിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാ മാത്തുണ്ണിയാച്ചനെ ഞങ്ങളെ ചീത്ത പറയുന്നത്? അത് കേട്ടപ്പോ കുഞ്ഞു വിചാരിച്ചു നമ്മളെന്തോ അടിപൊളി ഉണ്ടാക്കണല്ലേ. പിന്നെന്തിനാ കഴുത്തിനെ പിടിച്ച് ഞെക്കിയത്? അത് പിന്നെ നമ്മൾ പറയുന്നതിന് ഒരു ബലം വേണ്ടേ? അതെ അതെ, ഒരു പുണ്യാളൻ. എന്തിനെന്നല്ലേ അച്ഛനോട് വഴക്കുണ്ടാക്കി? അതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു, നേരല്ലേ? അത് പിന്നെ ചുമ്മാ അല്ല. പിന്നെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നടക്കുന്നു. കുഞ്ഞിനോടെ കൊണ്ടോടാ. ബാഗ് വിട്ടോ. പാടാ വരട്ടെ. എടാ പരമേ, ആ കൊച്ചങ്ങ് തെളിഞ്ഞു പോയല്ലോടാ, നമ്മുടെ പിള്ളാച്ചന്റെ കടയിലെ അലുവ പോലെ. പാവം ഗീതക്കുഞ്ഞ്. ഗീതക്കുഞ്ഞിന്റെ അമ്മയും പാവമാ, യശോദാമ്മ. ചെറുപ്പത്തി പട്ടിണി കിടന്ന് ഞാൻ ചത്തുപോകാരുന്ന ഇവരുടെ കാരണം കൊണ്ടാണ് അന്ന് ഞാൻ ആ ഗീതക്കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൈ യശോദാമ്മ കൊടുത്തേക്കും. ഗീതക്കുഞ്ഞിന്റെ അച്ഛനായി പോയി, അല്ലെങ്കിൽ അന്നേ ആ ഉണ്ണിത്താനെ കുത്തി മലത്തിയനെ. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന 10 സെന്റും കുളം കോരിയത് അവനാ, എന്റെ അച്ഛനുള്ള കാലത്ത്. അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ, കുഴപ്പമൊന്നുമുള്ള സ്ഥലമല്ലല്ലോ. ഓപ്പൺ എയർ ആവുമ്പോ എന്ത് കുഴപ്പം സാറേ? ഞങ്ങൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ. കാവുംകുളത്തിൽ പ്രേതമുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ചത്തുപോയ ഏതോ തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം. പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല. അത് സാരമില്ല, തീവെട്ടിക്കൊള്ളക്കാരന്റെ പ്രേമല്ലേ, നല്ലൊരു പ്രൊട്ടക്ഷനാ. ആ എന്നാ ഞാൻ ഇറങ്ങട്ടാ.
അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ, ആ പെണ്ണേതാ? അവൾക്ക് ഇത് തന്നെയാണോ തൊഴില്? ഏയ് പങ്കിളി, കുലസ്ത്രീയല്ലേ? അവിടുത്തെ ഷാപ്പുകാരന്റെ ഭാര്യ. അയാളാണെങ്കിൽ ഒരു കിളവൻ. എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അവൾ ആങ്ങളയ്ക്ക് ഒരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ നാളെ കഴിഞ്ഞ് വറീതിനെ ഇങ്ങോട്ട് അയക്കട്ടോ? വേണ്ട വേണ്ട, എന്റെ കാര്യത്തിന് ഞാൻ വന്നേക്കാം. എന്നാ ഞാൻ പോട്ടെ. ഫൈമി, കരിമീനുണ്ടോ? കരിമീനില്ല, വരാലേ ഉള്ളൂ. എന്തിനാ ഫൈമി വരാല്? നീ എന്ത് തന്നാലും അതൊക്കെ കരിമീനല്ലേ? പോടാ. കെട്ടിയതാണെന്ന് പറഞ്ഞിരുന്നു, ഞാൻ കേട്ടില്ലേ? അവൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ പൈമി, നീ അതൊന്നും കാര്യമാക്കണ്ട. എവിടുന്നാടാ പരമു നിനക്ക് ഇത്രയും മുഴുത്ത വരാല് കിട്ടുന്നത്? തോട്ടിൽ ചില നല്ല കുട്ടികൾ കിടന്നു. ചാന്നാരിക്കാരെ ആരോട് ചെന്ന് പറയരുത്. പറഞ്ഞാൽ ചിലപ്പോ അവന്മാരും രാത്രി ഇറങ്ങി തോട്ടി തപ്പോടും. ഒഴുക്കുവെള്ളത്തിൽ ഇത്രയും വിളഞ്ഞ വരാല് കാണാൻ വഴിയില്ലല്ലോ. അപ്പം തിന്നാ പോരെ, കുഴിയിടുന്ന എന്തിനാ? വേണ്ടെങ്കിൽ വാങ്ങണ്ട. ഒരുമാതിരി കള്ളന്മാരോട് വർത്താനം പറയുന്ന പോലെ. അല്ല, ഇതിപ്പം എവിടുന്നാണ്? എനിക്കെന്താ? കൊടുത്തേര് കൊടുത്തേര്. നമുക്കൊന്ന് കാണണ്ടേ? പിന്നെ അണേട് അണേട്. അത് മതി. വെറുതെ അല്ലടാ ഇവനെ ഇവിടുന്ന് സായിപ്പന്മാര് പൊക്കിക്കൊണ്ട് പോകുന്നേ. കഞ്ചാവിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാ. എടാ, അത് പൊരിഞ്ഞു വെക്കണ, അതിന്റെ ഗ്യാസ് പോകും. കഞ്ചാവിന്റെ വില എന്താന്ന് നിനക്കറിയോ? കഞ്ചാവ് വലിക്കാൻ നടക്കും. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെങ്കിലും ആ തോട്ടത്തിൽ ഒരു ജോലി വാങ്ങിച്ചതാ. നിനക്ക് ചങ്കുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ. കാശുണ്ടാക്കാനുള്ള വഴി ഇവിടെ തന്നെ ഉണ്ട്. കാവും കുളത്തില്. മീൻ പിടിക്കാനും. ഒന്ന് പോടാ കഴുതേ. കാവും കുളത്തിൽ ഞാൻ ചൂണ്ടയിട്ടപ്പോ എന്റെ ചൂണ്ടയെ കുത്തിയത് മീനല്ല, തടിയാ. ഈട്ടിത്തടി. തടിയോ? ആ എഞ്ചിനീയറും ഉണ്ണിത്താനും കൂടെ സർക്കാരിന് അമുക്കിയ വക. കുറഞ്ഞതൊരു 10 ലക്ഷം രൂപയുടെ തടിയെങ്കിലും കാണും. 5 കഷ്ണം വെച്ച് ഓരോ ദിവസം പൊക്കിയാ പോരെ? ഒരു മാസം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാ? ഞാൻ കത്തിക്കാടാ. ഇല്ലേ? കൊടുക്കും മിന്നിക്കണേ. എടാ പരമേ, ദിവസം 5 കഷ്ണം വീതം പൊക്കാതെ ഒരുമിച്ച് അടപടലെ അങ്ങ് പൊക്കിയാലോ? എന്നിട്ട് ചായക്ക് രാമാനും വള്ളത്തിൽ കയറ്റി ചങ്ങനാശ്ശേരി കൊണ്ട് വിൽക്കണം. ഐഡിയ കൊള്ളാവല്ലോടാ. മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ചെക്കന്റെ ബുദ്ധി കളിച്ച കണ്ടില്ലേ? ഏതായാലും ശരിക്കും പ്ലാൻ ചെയ്ത് ചെയ്താൽ മതി. അഞ്ച് നിനക്ക് 5 എനിക്ക് ലക്ഷം. കുറച്ചുകൂടെ നേരത്തെ എത്തേണ്ടതായിരുന്നു. ഇനി സാധനം എടുത്ത് ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ നേരം വെളുക്കും. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ലൈറ്റ് താത്തി അടിക്കണം.
ഇപ്പൊ വരും, വറിയത് പോയിട്ടുണ്ട്. ഏതായാലും ഇതങ്ങ് പിടിപ്പീര്. അധികം താമസിച്ചാൽ ഇനി പറ്റില്ല. രാവിലെ ഓഫീസ് സമയത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. സെക്രട്ടറിയുടെ വീതം കൊടുക്കണ്ടേ? സെക്രട്ടറിയുടെ വീതവും ആ പിന്നെ ഇത് മുഴുവൻ എനിക്കുള്ളതാണെന്നാണോ വിചാരം? അത് കൊള്ളാം. സൂപ്രണ്ട് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ, ഗവൺമെന്റ് സെക്രട്ടറി, ഇവർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാ. അയ്യോ, പിന്നെ എന്തിനാ ഇത്രയും രൂപ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതെ, ഭാര്യയുടെ അടുത്ത് തിരുവനന്തപുരത്ത് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. രാവിലെ പണം എടുക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? അതാ ഐഡിയ. എന്റെ പൊന്നു പറയതേ, നേരം വെളുക്കുന്നതിന് മുമ്പ് ഭൈമിയെ വീട്ടിലെത്തിക്കണം. നാട്ടുകാരറിഞ്ഞാൽ ചാന്നാര് വെക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാനേ. വാ വാ പോകാം. കൂത്തിച്ചി പിന്നെ എന്താ ഇത്ര താമസിച്ചത്? ആ വാ വാ. ഇതിനൊക്കെയാ സാറേ യോഗം എന്ന് പറയുന്നു. അറിയേ, നമ്മൾ എന്തിനാടാ ഈ സ്വർഗത്തിലെ കട്ടറമ്പായി നിൽക്കുന്നത്? വാ പോവാം. ഉണ്ണിത്താൻ, ഇതെന്ത് ചോദ്യമാ സാറേ? കാവും കുളത്തിനടുത്താണോ കുഴപ്പം? ഇവളോട് ചോദിച്ചേ. അല്ല, ഈ പണമൊക്കെ ഉള്ളതുകൊണ്ട് സാറിന് അത്ര സംശയമാണെങ്കിൽ ഇതിരിക്കട്ടെ, പിന്നെ തന്നാ മതി. അതിരാവിലെ വറിയത് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. അപ്പൊ പറഞ്ഞതുപോലെ ഞാൻ തിരുവനന്തപുരത്ത് പോയി വന്നിട്ട് വിളിക്കാം. ഓക്കെ. അതിന് നമ്മുടെ സ്വന്തം ആളാ. ഗുഡ് നൈറ്റ്. എന്താ പേര്? ഭൈമി. നല്ല പേര്. വാ. ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. നീ കണ്ടില്ലേടാ അവന്റെ പെട്ടി നിറച്ച് പണം? പക്ഷെ തോക്ക് അതൊന്നും സാരമില്ല, അവന്റെ കാര്യം ഞാനേറ്റ്. അവളെ പേടിച്ചാൽ വിളിക്കാൻ നീ നോക്കണം. അത് ഞാനേറ്റു. അന്നവാ. ഭൈമി, ഇത് ഞങ്ങളാണ്, പരമവും ജോണിയും.
പരമു പേടിക്കാതാ. നമ്മൾ 3 പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഏതായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇത് ഉണ്ണിത്താന്റെ തോക്കാണ്. ഈ ശവം നമുക്ക് ഉണ്ണിത്താനെ കൊണ്ട് തീറ്റിക്കണം. എടാ, ഒന്ന് ധൈര്യമായിട്ട് നിൽക്ക്. ഒരു കുഴപ്പം വരില്ല, ഞാനല്ലേ പറയുന്നേ. ചുരുങ്ങിയതൊരു 10 ലക്ഷം രൂപയെങ്കിലും വരും. ജോണി, തൽക്കാലം നീ ഇതൊരു തൊളിച്ചു വയ്ക്കും. നമുക്ക് വന്നിട്ട് പങ്കുവയ്ക്കാം. വന്നിട്ടോ? അപ്പൊ നീ എവിടെ പോകുന്നു? ഞാൻ ഇവളെ കൊണ്ട് തോട്ടത്തിലേക്ക് പോവുക. ഇയാളുടെ ഫിയറ്റ് കാർ ഞാൻ കൊണ്ടുപോകും. നീ വാ, നമുക്ക് ഈ ശവം തോക്കെടുത്ത് കൊടുത്തിടാം. നന്ദി. ഞാൻ പോയിട്ടോട്ടെ. പരമു, നീ എങ്ങനെ പോയാൽ പോലീസും അന്വേഷണമൊക്കെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യും? വേണ്ട, ഞാനും കൂടെ പോരാ. ഒരു ചുക്കും വരില്ല. പോണ വഴിക്ക് ഞാൻ എവിടെന്നെങ്കിലും പോലീസിന് ഫോൺ ചെയ്ത് പറഞ്ഞോളാം, ഉണ്ണിത്താനാണ് എഞ്ചിനീയറെ കൊന്നതെന്ന്. അന്വേഷണത്തിനും മറ്റും വരുമ്പോ നീ ഒന്നും അറിയാത്ത പോലെ നിന്നോളാം. പിന്നൊരു കാര്യം, നമ്മൾ 3 പേരല്ലാതെ 4മതൊരാൾ ഇത് അറിയാൻ ഇടയായാൽ ഇല്ല. എന്നാ വയ്ക്കും. ജോണി, എന്റെ വീട്ടിൽ കൂടി ഒരു കണ്ണ് വേണം. ഇതിൽ കുറച്ച് കാശ് എന്റെ അച്ഛന് കൊടുക്കണം. പതുക്കെ മതി. ശരി. അകർ അതെ. ആ.